ഇന്റർ പാരിസ് സ്പോർട്സ് ഫെസ്റ്റ് 2024 മാറ്റുരച്ച് ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത. ടെക്സാസ് ഒക്ലഹോമ റീജിയണിലെ പാരിഷുകൾ പങ്കെടുത്ത സ്പോർട്സ് ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ 4 വരെയായിരുന്നു ക്രമീകരിച്ചിരുന്നത്. സ്പോർട്സ് ഫെസ്റ്റിൽ 5000-ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ കീഴിലുള്ള ടെക്സാസ് ഒക്ലഹോമ റീജിയണിലെ പാരിഷുകളാണ് ഇന്റർ പാരിഷ് സ്പോർട്സ് ഫെസ്റ്റ് 2024 മാറ്റുരച്ചത്. ഓഗസ്റ്റ് 1 മുതൽ 4 വരെ നടത്തപ്പെട്ട സ്പോർട്സ് ഫെസ്റ്റ് രൂപതാംഗങ്ങൾക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. ഹ്യൂസ്റ്റൺ ഫോർട്ട് ബെൻഡ് എപ്പിസെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ ഇടവകകളുടെ മാർച്ച് പാസ്റ്റ് അരങ്ങേറി. ഫെസ്റ്റിന്റെ രക്ഷാധികാരികളായ ചിക്കാഗോ രൂപത ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട്, ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് അങ്ങാടിയത്ത് എന്നിവർ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. ജിബി പാറയ്ക്കൽ നേതൃത്വം നൽകുന്ന PSG ഗ്രൂപ്പായിരുന്നു IPSF 2024 മുഖ്യ സ്പോൺസർ. ഫെസ്റ്റിന് ആതിഥേയത്വം വഹിച്ചത് ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫ് മലബാർ സീറോ മലബാർ ഫൊറോനയാണ്. നമുക്കറിയാം, അമേരിക്കയിലുള്ള സീറോ മലബാർ സഭയുടെ ചിക്കാഗോ രൂപതയുടെ ടെക്സസ് ഒക്ലഹോമ റീജിയൻ്റെ സ്പോർട്സ് ഫെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിലാണ് ഞാനിവിടെ ആയിരിക്കുക. നമ്മുടെ സീറോ മലബാർ സഭയുടെ ടെക്സസ് ഒക്ലഹോമ ആ റീജിയൻ്റെ ഏകദേശം 2000-3000 ഇടയ്ക്കുള്ള യുവതിയുവാക്കൾ ഒരുമിച്ച് മാറ്റുരയ്ക്കുന്ന ഈ വേദിയാണ്. ഈ വേദിയിൽ അവർ കായികപരമായും അല്ലെങ്കിൽ ആത്മീയപരമായും പരസ്പരം സൗഹൃദം പങ്കുവച്ചും അവർ മുന്നേറുമ്പോൾ സഭയുടെ ഭാവി നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. IPSFൻ്റെ ഇന്റർ പാരിഷ് ഫെസ്റ്റിൻ്റെ ഈ വേദിയിലേക്ക് ഷെക്കൻ അമേരിക്കാസിൻ്റെ എല്ലാ പ്രേക്ഷകരും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട് നിങ്ങൾക്ക് കാണാം, അതിനപ്പുറം വോളിബോൾ കോർട്ട് കാണാം, അതിനപ്പുറം വടംവലിക്ക് ആൾക്കാർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി മത്സരങ്ങൾ നടന്ന വേദിയാണിത്. ഏകദേശം 5000-8000 ഇടയ്ക്കുള്ള വിശ്വാസികൾ ഇന്നിവിടെ അസംബിൾഡ് ആണ് ഈ സ്പോർട്സ് ഫെസ്റ്റിൽ. അഭിനന്ദ പിതാവ് ഞങ്ങളുടെ എല്ലാ ആത്മീയ പിതാവാണ്. പിതാവിന്റെ ഈ നിമിഷത്തിലുള്ള മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരം എന്താണ്? ടെക്സാസ് കേന്ദ്രീകൃതമായി സീറോ മലബാർ സഭാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തപ്പെടുന്ന ഈ IPSF എല്ലാ വർഷങ്ങളിലും അത് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും നല്ല രീതിയിൽ അത് പുരോഗമിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഓരോ വർഷം തരുന്നവരും കൂടുതൽ ആളുകളും കൂടുതൽ യുവജനങ്ങളും ഇതിലേക്ക് ആകർഷകരായി വരികയും കൂടുതൽ ആവേശം ഇതിൽ തിരതല്ലുകയും ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒക്ലഹോമ റീജിയൻ്റെ സ്പോർട്സ് ഫെസ്റ്റ് ഇവിടെ നടക്കുകയാണ്. അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫ്സ് ഇടവകയാണ്. അതിൽ വോളിബോൾ ടീമിൽ മത്സരാർത്ഥികളായ ഹ്യൂസ്റ്റൺ ടീമിനോടൊപ്പമാണ് ഞാനിവിടെ ഉള്ളത്. ഏകദേശം 3000-5000 ഇടയ്ക്ക് യുവതിയുവാക്കൾ മത്സരിക്കുന്ന വേദിയാണ് ടെക്സസ് ഒക്ലഹോമ റീജിയൻ. ഈ മത്സരത്തിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഈ ഇവന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് പ്രായഭേദമന്യേ 7 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ള യുവാക്കൾ എന്ന് പറയാം അവർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ടെക്സാസ് ഒക്ലഹോമ റീജിയൻ്റെ. ഇതിൽ എല്ലാ വിധത്തിലുള്ള കായിക ഇനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാനും സ്പോർട്സ് ഒരു ഇവൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും. ഇന്ന് നമ്മുടെ വേദിയിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ആൻ്റണി പിട്ടാപ്പള്ളിയിൽ അച്ഛനാണ്. IPSFൻ്റെ അടുത്ത കോമ്പറ്റീഷൻ നടക്കുന്നത് അച്ഛനാണ് അത് ഹോസ്റ്റ് ചെയ്യുക. അത് മെക്കാലനിൽ വെച്ചാണ് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ അച്ഛനെ ഏറ്റെടുക്കാനായിട്ടുള്ള ആ സാഹചര്യം എന്തായിരുന്നു? ഞങ്ങൾ എല്ലാ IPSFലും എൻ്റെ 2021 മുതലാണ് ഞാൻ ഇതാദ്യമായിട്ട് കാണുന്നത്. ഓസ്റ്റിനിലായിരുന്നു ആദ്യത്തെ ഒരു സംഗമം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കൂട്ടായ്മയുടെ ഒരു സമ്മേളനമാണ്. വെറുതെ ഒരു കായികമായിട്ടുള്ള ഒരു കാര്യം, ഒരു സംഭവം അല്ല എന്നെ സംബന്ധിച്ചോളം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുവാക്കളെ ഒരുമിപ്പിക്കുന്നതിനുള്ളൊരു വേദിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും ഇവിടെ കണ്ടെത്താൻ സാധിച്ചത്. ഒത്തിരി യുവതി യുവാക്കൾ എന്ന് പറയുമ്പോൾ 2000-3000 ഇടയ്ക്ക് യുവതി യുവാക്കൾ ഇവിടെ എത്തുന്നു. അവരുടെ മാതാപിതാക്കൾ, മതാധ്യാപകർ, സിസ്റ്റേഴ്സ്, വൈദികർ എല്ലാവരും കൂടെ എത്തുമ്പോൾ ഏകദേശം 8000-ഓളം പേര് ഒരുമിച്ച് വരുന്ന വലിയൊരു സംഗമമാണ്. ആ സംഗമം ഇന്ന് ഹ്യൂസ്റ്റൺ പാരിഷ്, സെൻറ്റ് ജോസഫ്സ് പാരിഷ് ഹ്യൂസ്റ്റൺ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത IPSF നടക്കാൻ പോകുന്നത് മെക്കാലൻ പാരിഷിലാണ്. അതിന് ആത്മീയമായ എല്ലാ നേതൃത്വം കൊടുക്കുന്നത് ഇനി അച്ഛനായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.